ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വേര് പിടിക്കാത്ത മക്കൾ വേണ്ടേ വേണ്ട. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദാമ്പത്യ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ സന്താനഭാഗ്യം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം ദമ്പതിമാർ ശ്രദ്ധിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മക്കളുണ്ടായാൽ വേര് പിടിക്കുന്ന മക്കളായിരിക്കണം. വേര് പിടിക്കാത്ത മക്കൾ നമുക്ക് വേണ്ട. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ വന്ന ഒരു സ്ത്രീ, അവർ ഒരു ഷെയറിങ് നടത്തിയപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നത് ഞാനും കണ്ടതാണ്. അതിനുള്ള കാരണം പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, പക്ഷെ അവർക്ക് മക്കളുണ്ടായിട്ടില്ല. ഭാര്യയും ഭർത്താവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സന്താനഭാഗ്യം. അവർ ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടും സന്താനഭാഗ്യം ലഭിച്ചിട്ടില്ല. അതിൻ്റെ വേദന അവർ പങ്കുവെച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റ് ശുശ്രൂഷകൾ, വചന ശുശ്രൂഷയും പ്രാർത്ഥനയും അതിൽ പങ്കെടുക്കാൻ അവരെ വിടുകയും ചെയ്തു. വൈകുന്നേരം തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവർ വീണ്ടും എൻ്റെ മുറിയിൽ വന്നു. അപ്പോൾ ഈ സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യം, അച്ഛാ, മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വണ്ടറടിച്ചു. കാരണം രാവിലെ അതില്ലാത്തതിൻ്റെ പേരിൽ അത്രയും വേദനിച്ച് സംസാരിച്ച ഒരു സ്ത്രീ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ സംസാരിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഞാനിതിനിടയ്ക്ക് 2 പേരുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു. ആ സമയത്ത് അവർ പങ്കുവച്ചത് അവരുടെ മക്കൾ മൂലം അവർ വേദനിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആ മക്കൾ, അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ, അവരുടെ പെരുമാറ്റങ്ങൾ, ഇതിൻ്റെ എല്ലാം പേരിൽ ഒരുപാട് വേദനിക്കുന്ന മാതാപിതാക്കളാണെന്ന് അവർ സൂചിപ്പിച്ചു. അപ്പോൾ ഇവർക്ക് ഒരു കാര്യം പിടികിട്ടി. മക്കളുണ്ടായത് കൊണ്ട് എല്ലാ പ്രശ്നവും തീരണമെന്നില്ല. മക്കളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമില്ലാത്തതിൻ്റെ വിഷമം, വേദന ഉണ്ടായേക്കാം. പക്ഷെ മക്കളുണ്ടായെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവണമെന്നില്ല. നമുക്കൊരു 1-2 വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് നമുക്കെടുക്കാം. അപ്പോൾ ഈ വിഷയം മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും. പ്രഭാഷകൻ 16-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത്, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. മക്കൾ എത്രയുണ്ടായെന്ന് പറഞ്ഞാൽ അവർ കൊള്ളരുതാത്തവരാണെങ്കിൽ അവരിൽ അഭിമാനിക്കാൻ, ആനന്ദിക്കാൻ മാതാപിതാക്കൾക്ക് വകയില്ല. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ദൈവഭയമില്ലാത്ത മക്കളിൽ ആനന്ദിക്കരുത്. മാതാപിതാക്കൾക്ക് ആനന്ദിക്കാനുള്ള വക അവരുടെ മക്കൾ ദൈവഭയത്തിൽ ജീവിക്കുന്നു എന്നതിലാണ്. ഇനി അതല്ലാത്ത ദൈവഭയമില്ലാത്ത കൊള്ളരുതാത്ത മക്കൾ എത്രയുണ്ടെങ്കിലും, അവർ എത്രമാത്രം വിദ്യാഭ്യാസമോ നേട്ടങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതല്ല മാതാപിതാക്കൾക്ക് ആനന്ദിക്കാനുള്ള വക. അതുകൊണ്ട് ദൈവഭയമുള്ള മക്കൾ അവർ മാതാപിതാക്കൾക്കൊരു അഭിമാനമാണ്, നേട്ടമാണ്. പക്ഷേ ദൈവഭയമില്ലാത്തവരാണെങ്കിൽ അവർ മാതാപിതാക്കൾക്ക് പോലും ഒരു ഭാരമായി മാറാം. അതുകൊണ്ട് തന്നെ മക്കളെ ആഗ്രഹിക്കുമ്പോൾ വേര് പിടിക്കുന്ന മക്കൾ, ദൈവ വിചാരമുള്ള, ദൈവിക ചിന്തയുള്ള, ദൈവത്തെ ആദരിക്കുന്ന മക്കളെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. 2ാമത്തെ ഒരു വചനമാണ് പ്രഭാഷകൻ 23-25 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രഭാഷകൻ 23-25, ജീവിത പങ്കാളിയിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേര് പിടിക്കത്തില്ല. നമുക്കറിയാം, വിവാഹം എന്ന കൂദാശ അത് എന്തിനു വേണ്ടിയുള്ളതാണ്? ദമ്പതിമാർ സൗഹൃദം പണിതുയർത്തുവാൻ, അതുപോലെ തന്നെ സന്താനഭാഗ്യം. പക്ഷേ ഈ സന്താനഭാഗ്യം അത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ശരിയായ രീതിയിൽ, എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യധർമ്മം പുലർത്തി അതിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് മക്കൾ. പുറത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമായിട്ട് തെറ്റായ ഒരു ബന്ധത്തിലേർപ്പെട്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ വേര് പിടിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നുണ്ട്, മക്കൾ ആദ്യം ഹൃദയത്തിൽ ജനിക്കണം, പിന്നീട് ഉദരത്തിൽ രൂപപ്പെടണം. അതുപോലെ തന്നെ മക്കൾ സ്നേഹത്തിൽ നിന്ന് ജനിക്കണം. അവർ ജനിച്ചതിന് ശേഷവും സ്നേഹം കിട്ടി വളരണം. അങ്ങനെയുള്ളവരാണ് വേര് പിടിക്കുന്ന മക്കൾ. ഏതാനും ചില കാര്യങ്ങൾ കൂടി. വേര് പിടിക്കുന്ന മക്കളുണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ടത്, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം വായിച്ചാൽ കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, വീഞ്ഞോ ലഹരിപാനീയങ്ങളോ നിങ്ങൾ തൊട്ടുപോകരുത്, അശുദ്ധമായതൊന്നും നിങ്ങളെ സ്പർശിക്കരുത്. അപ്പോൾ വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ
ആ കുഞ്ഞുങ്ങളുടെ വേര് പിടിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ശാപം പേർന്നൊരു ജനതയ്ക്ക്, ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ മക്കളായി ജനിക്കണം, ദൈവത്തിൻ്റെ മക്കളായി വളരണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ദുർമാർഗത്തിൽ ചരിക്കുന്ന മക്കളെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളുടെ നൊമ്പരം അകലുവാൻ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും, ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.